എന്താ മോൾ എന്തെടുക്ക അവിടെ? മോളിങ്ങി വാ. വാ. മോള് പോയി കുളിച്ച് നന്നായിട്ട് ഡ്രസ് ചെയ്ത് മിടുക്കിയായിട്ടിങ്ങി വാ. എന്തിന്? അതൊക്കെ പിന്നെ പറയാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യും. കാര്യം എന്താണെന്ന് പറഞ്ഞൂടെ? മോളോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ അച്ഛന്? ഇന്ന് നിന്നെ കാണാൻ ഒരാള് വരും. ഓ അതാണോ? എന്താ അത്ര നിസ്സാരമായിട്ട്? അച്ഛന് ഞാൻ ഇത്രയേറെ ഭാരമായോ? മോളെന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെന്തിനാ എന്നെ പറഞ്ഞേക്കാൻ ഇത്ര ധൃതി കൂട്ടുന്നത്? പെൺകുട്ടികളായാൽ ഒരു ദിവസം ജനിച്ച വീട് വിട്ട് പോയേ പറ്റൂ. അവരെ ഓമനിച്ച് വളർത്താനുള്ള വിധിയെ അച്ഛന്മാർക്കുണ്ട്. ഒരുമിച്ച് കഴിയാനുള്ള വിധി അവർക്കില്ല. മോള് പോയി ഒരുങ്ങ്. അവൻ വരാനുള്ള സമയമായി. ചെല്ല്. ഒരുങ്ങാൻ എന്തിരിക്കുന്നു വെച്ചാ? ഇതൊക്കെ പോരെ? പോരാ. എത്ര ആഭരണങ്ങളാണ് നിന്റെ പെട്ടിയിലിരിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നല്ലതെടുത്ത് കഴുത്തിലിട്ട്. എനിക്കതൊന്നും വേണ്ട. വേണം. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ലായിരുന്നു. എന്ത് ചെയ്യാ? എന്നെയും നിന്നെയും തനിച്ചാക്കിയിട്ട് അവളങ്ങ് പോയില്ലേ? എന്തെങ്കിലും പണ്ടങ്ങളെടുത്ത് കഴുത്തിലിട്. ഇല്ലെങ്കിൽ നിന്നെ കാണാൻ വരുന്നവൻ എന്ത് വിചാരിക്കും? വരുന്നാൾ എന്നെ കാണാനല്ല വരുന്നത്, പണ്ടങ്ങളെ കാണാനല്ലോ. അത് ശരി. പക്ഷേ പെണ്ണിനേക്കാൾ കൂടുതൽ പൊന്നും പണമും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് വേണ്ട അച്ഛാ. എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മാത്രം മതി. എന്താ നിന്റെ ഒരു പ്രത്യേക കാര്യം? നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ ഒരു പെണ്ണ് കാണാൻ പോകും. നിന്നെയും കൂടെ അവളെ കാണിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. പക്ഷെ അതിന് ഇനിയും സമയമുണ്ട്. നീ ഒട്ടിരിക്കും. കാര്യം എന്താ വെച്ചാ പറ. നീ എന്താടാ എന്നെ ഇങ്ങനെ നക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? നീ സുന്ദരനാണ്. ഏത് പെണ്ണും നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടും. പോടാ രമേശ്, സത്യം പറയൂ, എന്നെ കാണാൻ കൊള്ളാമോ? ഞാൻ സുന്ദരനല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അത്രയ്ക്കും വിരൂപനാണ്. ആരാടാ അങ്ങനെ പറഞ്ഞത്? പലരും. ഇതൊക്കെ നിന്റെ തോന്നലോ? എന്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന പോലെയാണ് നിന്നോട് ചോദിക്കുന്നത്. ഒരു സുന്ദരിയായ പെണ്ണ് എന്നോട് സ്നേഹം തോന്നും. എന്തുകൊണ്ട് തോന്നിക്കൂടാ? സ്നേഹത്തിന് കണ്ണില്ലടാ. ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയല്ലേ. പോരാത്ത ഈ മോന്റെ. നീ വലിച്ചു കിട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. കാര്യം ഇതാണ് രമേശ, ഞാനൊരു പെണ്ണിനെ പരിചയപ്പെട്ടു. പെണ്ണെന്ന് പറഞ്ഞാ ഒരു 10 പെണ്ണിന്റെ സൗന്ദര്യമുണ്ട് ആ ഒറ്റ ഒരുത്തിക്ക്. അത്രയും സൗന്ദര്യം ഉണ്ടായപ്പോൾ ആ പെണ്ണിന്റെ തെറ്റാണോ? അത്രയും സൗന്ദര്യമുള്ള ആൾക്ക് എന്നോട് സംസാരിക്കുന്ന തെറ്റല്ലേ? സംസാരിക്കുന്നത് എങ്ങനെയാടാ തെറ്റാകുന്നേ? സംസാരിക്കുന്നത് മാത്രമല്ല എന്റെ രമേശ, ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞു. പിന്നെ ഇന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് 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 വെറുതെ ചോദിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നാണിച്ച് ചിരിച്ചു കാണുമല്ലേ? പിന്നെ എത്ര നേരം വേണമെങ്കിലും എന്നോട് ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു. മനോഹര, എടാ മണ്ട, സംശയിക്കാനൊന്നുമില്ല. ഇത് രോഗം മറ്റേത് തന്നെ. അത് മാത്രമല്ല, ഒരു ഫ്രണ്ടോട് കൂടി ഹോട്ടലിൽ വന്നു, ഹാൻഡ് ബാഗ് മറന്നു വെച്ചു. അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. തനിയല്ലേ? അതെ. അവള് നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് കരുതി വന്നതാ. എന്തിന്? നിന്നോട് സംസാരിക്കാൻ. എന്തിനു സംസാരിക്കാൻ? അവക്ക് നിന്നെ അത്ര ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിനു ഇഷ്ടപ്പെട്ടു? ഓ ഇവനാടാ, എടാ മരമണ്ട, അവക്ക് നിന്നോട് പ്രയോഗമാണെന്ന്. ആ പറഞ്ഞു കടലാസിൽ എഴുതിയതാ. കടലാസിലൊന്നും എഴുതണ്ട, എനിക്ക് തോന്നുന്നതാ. വാക്ക് മാറ്റി പറയരുത്. ഇല്ലടാ. ഈശ്വര, എന്നെ ഒരു പെണ്ണ് സ്നേഹിക്കുന്നുവെന്ന്. ഏതാടാ ഈ പെണ്ണ്? പറഞ്ഞാ നീ അന്ന് വിട്ടു വീഴും. വീടാതെ ഞാൻ പിടിച്ചോളാം. പെണ്ണേതാ നീ പറ. വേറെ ആരുമല്ല, നമ്മുടെ ഗ്രീൻലാൻഡ് ഹോട്ടൽ മുതലാളി ശ്രീ ഗോപിനാഥിന്റെ മകൾ. ഈ അന്തം വിട്ട് വീണ് പോയല്ലേ? ഇല്ല. രാധ തീർച്ചയായിട്ടും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് നീ പറഞ്ഞ പോലല്ലേ ഞാൻ അറിഞ്ഞത്. നീ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്? എങ്കിൽ ആദ്യമായിട്ട് നീ നിന്റെ അന്തസ്സ് ഉയർത്തണം. എങ്ങനെ? നീ രാധയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ നമുക്കിതിന് വഴിയുണ്ടാക്കാം. പക്ഷേ ഞാൻ ഈ പഠിച്ച് പാസ്സായി ജോലി കിട്ടി എന്റെ അന്തസ്സ് ഉയർന്നെങ്കിൽ കുറെ കാലം എടുക്കും. നീ വിഷമിക്കണ്ട, ഞാൻ വഴിയുണ്ടാക്കാം. നല്ല വഴി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വളഞ്ഞ വഴി എനിക്കും ഇഷ്ടമില്ല, എന്റെ അമ്മയ്ക്കും ഇഷ്ടമില്ല.
എന്തിനാ കൂട്ടുവരുന്നത്? പെണ്ണെ കാണാൻ പോലെ. ഞാൻ അല്പം വൈകിപ്പോയല്ലോ. ഞാൻ എന്റെ കഥ താമസിപ്പിച്ചല്ലേ? സാരമില്ല, അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നീ പോവാതിരുന്ന നിന്നെ കാത്തിരിക്കുന്ന വീട്ടുകാരെ കളിപ്പിച്ചതുപോലെ ആവില്ലേ? അത് സാരമില്ല. ആ മനു, നിന്നെ നാളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകാം. ഇങ്ങോട്ട്? അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. പക്ഷെ ഒരു കാര്യം, നാളെ വരുമ്പം നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത് വേണം. ദേ ഇതുപോലത്തെ ഉടുപ്പൊന്നും പാടില്ല. എന്താ, നിനക്ക് പുതിയ ഉടുപ്പില്ലേ? വിഷമിക്കണ്ട, ഞാൻ പണം തരാൻ, നീ വാങ്ങിക്കേ. വേണ്ട രമേശ, നാളെ നല്ല ഉടുപ്പിട്ട് വന്നാ പോരെ. നാളത്തെ കാര്യം നീ മറക്കരുത്. ഇല്ല, പോട്ടെ. നേരെ ഒരുപാടായല്ലോ. സന്ധ്യക്ക് മുമ്പ് വരാമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ കണ്ടില്ലല്ലോ. വരാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടി അന്വേഷിച്ച് മറ്റൊരു ദിവസം വരാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു സാർ. നേരെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്താന്ന്? എനിക്കൊരു ഷർട്ട് തയ്ക്കണം. എന്തിനാ ഇവിടെ വന്നത്? ഞാനത് തുന്നക്കാരനാണോ? അതല്ല സാർ, ഒരു പുതിയ ഷർട്ട് തയ്ക്കണം. അതിന് അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് 50 രൂപ അഡ്വാൻസ് ചോദിക്കാൻ വന്ന. ഇവിടെ അഡ്വാൻസ് ഇല്ലൊന്നുമില്ല. ശല്യപ്പെടുത്താപ്പോ പറഞ്ഞത്. അച്ഛനെ വിഷമിച്ചു നിൽക്കുന്നത്? വിഷമിക്കാതെ എന്ത് ചെയ്യും മോളെ? ആ മനുഷ്യന് എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും വരാതിരുന്നത്. മോളെ, ലോകത്ത് അവസാനത്തെ ആണല്ലോ ആ മനുഷ്യൻ. അച്ഛൻ സമാനമായിരിക്കും. രാധേ, അച്ഛാ, മോളെ, നീ എന്താ ആലോചിച്ചിരിക്കുന്നു? നാളെയല്ലേ പരീക്ഷയ്ക്ക് പണം അടയ്ക്കേണ്ടത്? അതെ. നാളെ വരുമ്പം നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്ത് വരണം. ദേ ഇതുപോലത്തെ ഉടുപ്പൊന്നും പാടില്ല. എന്താ, നിനക്ക് പുതിയ ഉടുപ്പില്ലേ?